നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒടുവിൽ നിർണായക വിധിക്കായി സുപ്രീം കോടതി തന്നെ മുൻകൈ എടുക്കുകയാണ്. അതായത് ലോക്സഭയിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനായ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായി പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ, കാരണം 101 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്, അവർക്ക് കൃത്യമായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അർഹതയുണ്ട്. അത് കൊടുക്കാതെ വൈകിപ്പിക്കാനും പരമാവധി അത് നൽകാതിരിക്കാൻ വേണ്ടിയുള്ള നിർണായകമായ നെറികെട്ട രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന BJP, അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയിലൊരു തമ്മിൽ തല്ലുണ്ടാക്കാൻ കഴിയുമോ എന്ന് റിസർച്ച് നടത്തുന്ന BJP, അതിനെതിരെ കോൺഗ്രസ് കോടതിയെ സമീപിച്ച് ശക്തമായ നിയമ നടപടി എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. സ്പീക്കർ ഓം ബിർളയ്ക്കായിരിക്കും ഇത് കാരണം മുട്ടൻ പണി കിട്ടുന്നത്. കാരണം പക്ഷപാത രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് തന്നെ വിളിക്കാം ഓം ബിർളയെക്കുറിച്ച്. ഒരു രീതിയിലും പ്രതിപക്ഷ ബഹുമാനം കാണിക്കാത്ത ഒരു സ്പീക്കർ, പ്രതിപക്ഷത്തോട് ഉച്ചഭാവത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന ഒരു സ്പീക്കർ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞത്, ഞങ്ങളോട് കുറച്ച് അനുകമ്പ കാണിക്കൂ, ഞങ്ങളത് അർഹിക്കുന്നുണ്ട് എന്ന്. അത് നിങ്ങളുടെ ഔദാര്യമായി തരേണ്ടതല്ല. ഈ പാർലമെൻറ്റിൽ ഇന്ത്യയിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ജയിച്ച് വന്ന, വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ജയിച്ച് വന്നവരാണ് ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളവരും. ഒരുപക്ഷെ നിങ്ങൾ ഭരണപക്ഷത്തുള്ളവരേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച പലരും ഈ കൂട്ടത്തിൽ ഉണ്ട്. നിർഭാഗ്യവശാൽ കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയുടെ അടുത്തെത്തി വീണുപോയവർ. അതിൻ്റെ അർത്ഥം ഞങ്ങളെ ജനങ്ങൾ കൈവിട്ടു എന്നതല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമുക്കറിയാം, സ്പീക്കർ ഓം ബിർള പോലും രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിരങ്ങി ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കേവലം 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ജയിച്ചത്. ആദ്യഘട്ടങ്ങളിലൊക്കെ പിന്നിൽ നിൽക്കുകയായിരുന്നു. എന്തിനധികം പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വാരണാസിയിൽ ഏകദേശം 8,000-ഓളം വോട്ടുകൾക്ക് പിന്നിലായിരുന്നല്ലോ. അതിശക്തമായ തരംഗമാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ ഒരു ആനുകൂല്യം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് BJPയെ കടമുഴക്കി എറിയാൻ പല മേഖലകളിലും കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അത് നടന്നനെ. അത് പക്ഷേ അത്രയേറെ ആത്മവിശ്വാസം അവർ കാട്ടിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മനസ്താപം നേതാക്കൾക്കുണ്ട് താൻ. കൃത്യമായി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം BJP തന്ന ഔദാര്യമല്ല, ജനങ്ങളാണ് ഞങ്ങൾക്കത് നേടിത്തന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കറും. അത് നിങ്ങൾ തരേണ്ട ഔദാര്യമല്ല, ഞങ്ങൾക്ക് ഭരണഘടനാപരമായുള്ള അർഹതയും അവകാശവുമാണ്. അതിൽ കൈവയ്ക്കാൻ നോക്കിയാൽ, അതിൽ എന്തെങ്കിലും പക്ഷഭേദം കാണിക്കാൻ നോക്കിയാൽ നിങ്ങളുമായി ഒരു സഹകരണവുമില്ല, ഒരു ചർച്ചയുമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ ചൂട് അറിയുന്ന നിമിഷത്തിലേക്ക് നടന്ന് നീങ്ങേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്, സ്പഷ്ടവുമാണ്. അതിനകത്ത് വെള്ളം ചേർക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല.